എന്താ സംഭവം ബ്രൗൺ ബാഗ് ഒക്കെ ആയിട്ട്? കഴിഞ്ഞ ദിവസം മോനെന്റെ മീൻകറി ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ, അതിന് പകരമായിട്ട് ഞാൻ സർപ്രൈസും കൊണ്ട് വന്നേക്കുന്നത്. ട്രൈ ചെയ്തു. ഞാനപ്പോ പറഞ്ഞു മീൻകറി ശരിയായില്ല. അപ്പോഴോട് പക്ഷെ മീൻകറി ശരിയായില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇതാട്ടോ ഞാൻ പറഞ്ഞ സർപ്രൈസ്. നമ്മുടെ ലിമർക്കിലെ രാസ്ത ഫുഡിലെ നല്ല മീൻ വറുത്താണ്. രാസ്ത ഫുഡ് നമ്മൾ ദിവസം ദോശ കഴിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. അവർക്ക് ഇവിടെ ഒരു ദോശ ട്രക്ക് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ദോശ മാത്രമല്ല കേട്ടോ, അവിടെ കുറേ സാധനങ്ങളുണ്ട് കഴിക്കുന്ന വീഡിയോ ഇട്ടുന്നത്. അപ്പോൾ ഇവരവിടെ ഹോം മെയ്ഡ് മീൽ നമുക്ക് വീട്ടിലാണ് ഉണ്ടാക്കി തരും കേട്ടോ. അത് പല ടൈപ്പ് മീൽസ് ഉണ്ട്. അപ്പോൾ ഞാനിന്ന് കേരള ഊണ പറഞ്ഞതേ കണ്ട നമ്മുടെ ക്യാബേജും ക്യാരറ്റൊക്കെ ഇട്ടുള്ള തോരനുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്, നല്ല സൂപ്പർ സേമിയ പായസം ഉണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല നെയ്യിലൊക്കെ വേവിച്ച സേമിയൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. നമുക്കെല്ലാം കൂടെ കഴിച്ചു നോക്കാം. ഭയങ്കര അഫോർഡബിൾ ആണ് ഇതിൻ്റെ പ്രൈസ്. അതാണ് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് കേട്ടോ. രണ്ട് മീൽസിന് കൂടിയിട്ട് 15 euro ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറും പരിപ്പ് കറി ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പേർക്കുള്ള ചോറും പരിപ്പ്, ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ പിക്കപ്പ് ഉള്ളൂ, അവർ പറയുന്ന പോലെ നമുക്ക് കളക്ട് ചെയ്യാം. അതെല്ലാം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പയ്യെ ഡെലിവറി ഓപ്ഷൻസ് ഒക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയും. പല വെറൈറ്റി മീൽസ് ഉണ്ട് അവർക്ക്. അതെ, ഇവരുടെ ചപ്പാത്തിയൊക്കെ ഉണ്ട് കേട്ടോ. പല വെറൈറ്റി മീൽസ് ഉണ്ട്. അതുപോലെ ചിക്കനും ഒക്കെ സൈഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ടിക്ക ഒക്കെ ഉണ്ട്. ഉടുപ്പി മീൽസ്, ആന്ധ്ര മീൽസ്, നോർത്ത് ഇന്ത്യൻ മീൽസ്, കേരള മീൽസ്, അങ്ങനെ ഓരോ ദിവസം ഓരോ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ബ്രേക്ക് എടുക്കണം, കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ നാടൻ ചോറ് നമുക്ക് കഴിക്കാൻ തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കില്ലേ, അതുപോലെ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട്. എനിക്ക് പറയുമ്പോൾ തന്നെ വെള്ളം വരവായില്ല. ഈ മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ വായിൽ വെള്ളം വരാണ്ടിരിക്കുക. ചൂടൻ ചോറിലേക്ക് നല്ല കട്ടിപ്പരിപ്പ്, നമ്മുടെ കുത്തിരിച്ചോറൊക്കെ തന്നെ കേട്ടോ ഉണ്ടാക്കിയേക്കണേ. കട്ടിപ്പരിപ്പും തോരനും മീൻ വറുത്തതും അച്ചാറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാലോ. നല്ല ഉച്ച നേരത്ത് വിശന്ന് വരുമ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണം കിട്ടണേക്കാൻ വലിയ സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല അല്ലേ. പരിപ്പൊരു സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പരിപ്പും തോരനോട് മിക്സ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തി ട്രൈ ചെയ്തു കേട്ടോ. ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ. അതിൻ്റെ കൂടെ ദാൽ കറി, നമ്മുടെ കുറച്ച് അച്ചാറും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിച്ചാലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ദാലിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. ഇഷ്ടമായി വർദ്ധിച്ചാ? സൂപ്പർ. ഇനി പായസം. സൂപ്പർ പായസം കേട്ടോ. ആ ഒരു നെയ്യുടെയൊക്കെ ടേസ്റ്റ് വന്നിട്ടേ സേമിയോയും ക്യാഷും ഒക്കെ കൂടിയിട്ട് വായിലിട്ട് അലിഞ്ഞു പോകണം. ട്രൈ ചെയ്യാം. പക്ഷെ വർക്കിച്ചിന് അധികം മധുരത്തിൻ്റെ ആളല്ല കേട്ടോ. വർക്കിച്ചിന് അപ്പം അധികം ഇഷ്ടമാകാൻ ചാൻസ് ഇല്ല. എന്തൊക്കെയോ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ പായസം അധികം പരീക്ഷിക്കാറില്ല. യമ്മിയാണോ?